ഹായ്, ക്വസ്റ്റ്യൻ നോക്കുക. ഷോപ്കീപ്പർ മാർക്കഡ് ദ പ്രൈസ് 20% മോർ ദാൻ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. അതായത് ആള് വാങ്ങിയ എത്ര രൂപയ്ക്കാണോ ഒരു സാധനം അതിനേക്കാളും 20% കൂട്ടിയാണ് ആളതിനെ MRP ചെയ്തേക്കണേ, മാർക്കറ്റ് പ്രൈസ് ചെയ്തേക്കണേ. പക്ഷെ ആ മാർക്കറ്റ് പ്രൈസിനല്ല വിൽക്കണേ, അത് എഴുതിയേക്കണ വിലക്ക് 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. 30% ഡിസ്കൗണ്ട് കൊടുത്ത് ആൾക്ക് നഷ്ടമാണ് സംഭവിക്കണത്. മേടിച്ചതിനേക്കാളും കുറവ് കാശിനാണ് വിൽക്കണത്. അതുകൊണ്ടാണ് നഷ്ടം സംഭവിക്കണത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ആ നഷ്ടം ശതമാനം എത്രയാണെന്ന് ചോദിക്കണം. അപ്പൊ നമ്മൾ 100 എടുക്കാം. അപ്പൊ കോസ്റ്റ് പ്രൈസ് വാങ്ങിയത് 100 രൂപയ്ക്കാണെന്ന് വിചാരിക്കുക. അപ്പൊ മാർക്കറ്റ് പ്രൈസ് മാർക്ക് ചെയ്തത് അതുമായി 20% കൂട്ടി മാർക്ക് ചെയ്തു. മാർക്കറ്റ് പ്രൈസ് 100 കൂട്ടാന്ന് പറയുമ്പോൾ 120 രൂപ എന്ന് എഴുതി. ഇനി ആള് വിറ്റത് 30% ഡിസ്കൗണ്ടിലാണ് വിറ്റത്. 120ന്റെ 30% മേടിച്ചില്ല, ഡിസ്കൗണ്ട് കൊടുത്തു. ബാക്കി 70% മേടിച്ചിട്ടുള്ളൂ. 30% ഡിസ്കൗണ്ട്. അപ്പൊ 120 × 70/100 വെട്ടി കളയുമ്പോ 2020 വെട്ടി 12 × 7 84. അപ്പൊ ആള് 84 രൂപയ്ക്ക് സാധനം വിറ്റു. മേടിച്ചതാ 100 രൂപയ്ക്ക്. നഷ്ടല്ലേ? നഷ്ടമാണ്. എത്ര രൂപ നഷ്ടം? 16 രൂപ നഷ്ടം. അപ്പൊ നമ്മള് പെർസെന്റേജിലാണ് ചോദിക്കുന്നത്. നമ്മൾ 100 രൂപ എടുത്തിട്ടാണ് ചെയ്തേക്കണത്. അതുകൊണ്ട് 16 എന്ന് പറഞ്ഞത് 16% ആയിരിക്കും. ഓപ്ഷൻ ബി.